നമ്മുടെ വീട്ടിൽ വേറൊന്നുമല്ല, കാണിച്ചു തരുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഒരു പഴയ ഒരു ബിൽഡിങ് കേട്ടോ. അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു നാട്. അതായത് ഒരു നാട് അതേപോലെ ഇപ്പോഴും ഒരു ടൗണ് ഏരിയ ഇപ്പോഴും അതേപോലെ കാണുന്ന ഒരു രീതി. കാരണം ഇടത് സൈഡ് നമ്മുടെ നിലമ്പൂർ റെയിൽവേ പാത, വെള്ളാമ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണിത്. മലപ്പുറം ജില്ലയിൽ നടുവത്തിലേക്ക് പോകുന്ന റോഡാണ്. വലത് സൈഡിലായിട്ട് ഒരു ബിൽഡിങ്ങിൽ നമ്മുടെ പൊതുവിതരണ കേന്ദ്രം, റേഷൻ കടയുണ്ട്. റേഷൻ കടയും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ബിൽഡിങ്ങുകളൊക്കെ പഴയ ആ ഒരു നിലയിൽ തന്നെയാണ്. അതായത് ഒക്കെ ഒരു പഴമ നിലനിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിലേറെ ഹൈലൈറ്റ് ആയിട്ട് തൊട്ടടുത്ത് തന്നെ ഇടത് ഭാഗത്തായിട്ട് ഒരു വീട് അതേപോലെ തന്നെ, അതായത് എങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെ അവർ മേക്കപ്പ് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഭാഗത്ത് ഇടത് ഭാഗത്ത് ഈ കാണുന്ന റോഡിലൂടെയാണ് നമ്മൾ അണ്ടർ പാസേജ് വഴിയാണ് അപ്പുറത്തേക്ക് കിടക്കുക. ആദ്യം നമുക്ക് വാഹനം പോകാനുള്ള റെയിൽവേ പാതയ്ക്ക് ട്രെയിനിൻ്റെ അടുത്തേക്ക് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാനുണ്ടായിരുന്നു. ഇവിടെ ഒരു ഗേറ്റ് അടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഗേറ്റ് അടവിൻ്റെ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ വെള്ളാമ്പുറത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് ഇത് റോഡായിരുന്നു. ഈ കാണുന്ന നേരെ റോഡായിരുന്നു. ഈ റോഡ് നമ്മൾ എടുത്ത് ചാടി കിടന്നിട്ടായിരുന്നു വാഹനങ്ങളൊക്കെ പോയിരുന്നത്. അന്ന് ഗേറ്റ് ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. ഇവിടെയായിരുന്നു അന്ന് ഗേറ്റ്. ആ കാണുന്നത് അത് ഗേറ്റാണ്. അവിടെയായിരുന്നു അതിൻ്റെ തിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിലമ്പൂർ റെയിൽവേ പാത ഇതിപ്പോൾ നേരെ ട്രെയിൻ വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര വൈബാട്ടോ. കാരണം ഇത്രയും ഭംഗിയിൽ കാണാവുന്ന ഒരു ഏരിയ. നിലമ്പൂർ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ ഇതാണ്. ഇപ്പോൾ കുറേയൊക്കെ മരങ്ങളൊക്കെ വെട്ടി മാറ്റേണ്ട അവസ്ഥയായി. കാരണം നമ്മളെ ഇവിടെ ഇലക്ട്രിക് ലൈന് വന്നതോടുകൂടി ഇവിടുത്തെ കുറേ വൈബുകളൊക്കെ നഷ്ടപ്പെട്ടു. കാരണം മരങ്ങൾ കുറേ മുറിച്ച് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭംഗി കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നിലമ്പൂരിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഷൊർണൂരിൽ നിന്നും നിലമ്പൂർ പാത എന്ന് പറയുന്ന ഒരു പക്ക വൈബ് ഏരിയയാണ്. എല്ലാ ഭാഗത്തു കൂടിയും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്. ഇതിൻ്റെ അണ്ടർ പാസേജ് എന്ന് പറയുന്നത് അണ്ടർ പാസേജ് നേരെ നമ്മുടെ ശരിക്കും വാഹനങ്ങൾ പോകുന്ന ട്രെയിൻ ഇതിൻ്റെ നേരെ താഴത്തു കൂടെ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അണ്ടർ പാസേജ് ഒന്നും കാണില്ല. നിരന്ന് കിടക്കുന്ന റെയിൽവേ പാതയാണ്. ഇപ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് പക്ക പഴമ നിലനിൽക്കുന്ന രീതിയിൽ, അതായത് ഒരുപാടൊന്നും മാറ്റങ്ങളൊന്നും വരുത്താതെ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു നാടാണ് ഇപ്പോഴും ഈ ഒരു വെള്ളാമ്പുറം എന്നുള്ള നാട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കിയപ്പോൾ രണ്ടാം നിലയിൽ എനിക്ക് കയറാൻ പറ്റുമെന്നറിയില്ല. ഞാൻ നോക്കട്ടെ മുകളിലത്തെ നിലയിൽ നമുക്കൊന്ന് കയറാൻ പറ്റുമെന്ന്. അത് നല്ല വൈബായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അതിൽ കയറാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇവിടെ ഒരു പൊതുവിതരണ കേന്ദ്രമുണ്ട്, ഒരു ചായക്കട കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഒരു ചായക്കട ഉണ്ട്. പൊക്കുവട, ഉണ്ണിയപ്പം, മുട്ട, എല്ലാം ഒരു പക്ക പഴയ ഒരു ബിൽഡിങ് തന്നെയാണ്. അതൊരു ഹോട്ടലായിട്ട് മാറിയിട്ടുള്ളതാണ്. മച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മച്ചൊക്കെ സീൽ ചെയ്ത് മാറ്റിപ്പോൾ മച്ചില്ലല്ലേ ചേട്ടാ? അപ്പോൾ മച്ചില്ല, മരത്തിൻ്റെ മച്ചില്ല, കുരുടീസാണല്ലേ? ആ, ഇത് എത്ര വർഷം പഴക്കമുണ്ടാവും ഈ ബിൽഡിങ്ങിന്? 85 ഉണ്ടാവും അല്ലേ? ആ, അതൊക്കെ ഉണ്ട്. നമ്മളെ പഴയ ഇതിപ്പോൾ അടുക്കളയായിട്ട് മാറിയിട്ടുള്ളതാണ്. ഇവരെ ഹോട്ടലിൻ്റെ അടുക്കളയായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് മുകളിലേക്കുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ പഴയ ആ ഒരു കോണിയാണ്. നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം. പക്ക പഴമ തേടി ഇറങ്ങി നമുക്ക് കിട്ടിയൊരു അടിപൊളി വൈബാട്ടോ. കാരണം ഇതിൻ്റെ മുകളിലേക്കൊന്നും ഇപ്പോൾ ആരും കയറലില്ല എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ കുരുടീസാണ്. അത് സാധാ രീതിയിലല്ല, പണ്ടത്തെ കുരുടീസിൻ്റെ ബിൽഡിങ്ങാണ്. ഇവിടെ ഒരു റൂമുണ്ട്. ഈ ഭാഗത്തും ഇവിടെ എല്ലാം കുരുടീസാണ്. മുകളിൽ മൊത്തം കുരുടീസാണ് വിരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പണ്ട് കാലത്തെ ആളുകളൊക്കെ താമസിച്ച റൂമാണെന്ന് തോന്നുന്നുണ്ട്. ഒക്കെ എല്ലാം ചുമരിൻ്റെ കനം കണ്ടില്ലേ? ചുമരൊക്കെ ഭയങ്കര കനം കേട്ടോ. അതായത് നല്ല തണുപ്പ്. ഞാൻ അപ്പോൾ ഇതിൽ കയറുമ്പോൾ തന്നെ എനിക്ക് നല്ല തണുപ്പ് ഇതിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. വെട്ടുകല്ല് തന്നെയാണ്. ഇവിടുന്ന് ഒരുപാട് വെട്ടുകല്ല്, ഇവിടെ വെള്ളാമ്പുറത്ത് ഒരുപാട് വെട്ടുകല്ല് കിട്ടിയിരുന്നു. ഒരുപാട് വെട്ടുകല്ല് ഈ ഭാഗത്തുണ്ട് കേട്ടോ. കാരണം അതുകൊണ്ടാണ് ഈ ബിൽഡിങ്ങൊക്കെ ഇത്രയും ഇങ്ങനെ ചെയ്യാൻ പറ്റുക. അതായത് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ കനം നോക്ക്, എത്ര ഇതിൻ്റെ കനം. ഇത്ര ഭാഗം ഓൾറെഡി ഇതൊരു വെട്ടലിൻ്റെ വീതിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കും അതേ വീതിയുണ്ട്. ഏകദേശം 2 വെട്ടലിൻ്റെ കനത്തിലാണ് ഇത് ചുമര് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തണുപ്പ് ഇതിൽ പക്ക ഫീൽ ചെയ്യുന്നുണ്ട്.
അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല. ആ ഒരു തണുപ്പ് ഇതിൽ അത്രത്തോളം ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. അതായത് ചുമര് എത്രത്തോളം നമ്മൾ വെട്ടുകല്ലിൽ കയറുന്നു അത്രത്തോളം നമുക്ക് ആ ഒരു ഭംഗി അതിൽ ഫീൽ ചെയ്ത് കിട്ടും. ഇതിപ്പോൾ ശരിക്കും ഞാൻ അതിൻ്റെ മുകളിൽ കയറി. ഇപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ആ ഒരു ട്രെയിന് വരുന്ന സമയത്ത് ഒരു ട്രെയിൻ വരുന്ന ദിവസം ഞാൻ ഇവിടുന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് എന്താണ് ഇവിടുത്തെ വൈബ്. അല്ലെങ്കിൽ ഈ ഓടിൻ്റെ ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ആലോചിക്കുക. ഇത്രയും ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ മേലെ നിന്ന് ആ വീട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, കാണാൻ എന്താ ഭംഗി. ഞാൻ ഇവിടുന്ന് ഇത്രയും ഏരിയയിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നൊരു പഴയ കാലത്തൊരു ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ. അന്ന് ഈ തറവാട്ടിൽ ഇതെനിക്ക് തോന്നുന്ന ഒരു വീടായിരിക്കും അന്ന്. അതായത് ഇപ്പോഴാണുള്ളത് കടയും കാര്യങ്ങളും ഈ റോഡൊക്കെ വന്നത്. റോഡൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും എനിക്ക് തോന്നുന്നു റെയിൽവേ പാത അന്നും ഉണ്ട്. കാരണം ഇത് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റെയിൽവേ പാതയാണ്. അപ്പോൾ ആ ഒരു റെയിൽവേയുടെ ഇത് കണ്ടു നിൽക്കുന്ന ആ ഒരു പഴയ തറവാടത്തെ അവരുടെ ആ ഒരു ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കര രസമായിരിക്കും. പക്ക പഴയത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ വന്ന് നിങ്ങളെ കാണിച്ചു തരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഈ ഒരു വെള്ളാമ്പറം ടൗണിൽ ഞാൻ ഇത്രയും കാലമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇതുവരെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടില്ല. അതായത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്നോ ഇതൊരു പഴയ ഒരു ബിൽഡിംഗ് ആണെന്നോ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഴയ വീടുകൾ ഒരുപാട് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അതിലെന്തായാലും വലിയ സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ തരുന്ന റെസ്പോൺസും നിങ്ങൾ തരുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ കൂട്ടുകാരനൊക്കെ ഇവിടെ ഇരുന്ന് അതായത് എന്താ പറയുക, പ്രകൃതി ആസ്വദിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ. ശരിക്കും ഈ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഈ ഒരു ചാനൽ ഇപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തായാലും കാണുന്നവരൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റും ഒക്കെ അടിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, താല്പര്യമില്ലാതെ നമ്മുടെ ചാനൽ ഒരാളും കാണണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടാൽ മതി. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പുതിയ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിൽ ഉണ്ടാകും. താങ്ക് യു.